മൂന്നാറിൽ കാട്ടുകൊമ്പൻ പടയപ്പയെ നിരീക്ഷിക്കാൻ 5-അംഗ പ്രത്യേക സംഘം. പടയപ്പ നിലവിൽ മതപ്പാടിലാണ്. അതിനാൽ ആക്രമണ സ്വഭാവം കൂടുന്ന സാഹചര്യമുണ്ടെന്നും മൂന്നാർ റേഞ്ച് ഓഫീസർ എസ് ബിജു പറഞ്ഞു. നിലവിൽ നാട്ടുകാർക്ക് മാത്രമാണ് ആന എവിടെയെന്ന വിവരം മെസ്സേജ് വഴി കൈമാറാനാകുന്നത്. ഇത് പുറത്തുനിന്ന് എത്തുന്നവർക്ക് കൂടി നൽകാൻ കഴിയുന്ന സംവിധാനം 2 ദിവസത്തിനകം ഒരുക്കുമെന്ന് റേഞ്ച് ഓഫീസർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇടുക്കിയിൽ ഇന്നലെയും കാട്ടാന ആക്രമണം ഉണ്ടായിരുന്നു. പടയപ്പയുടെ ആക്രമണത്തിൽ ഒരു സ്ത്രീക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു കുറച്ച് നാളുകളായിട്ട് പടയപ്പയുടെ ആക്രമണം ഇങ്ങനെ രൂക്ഷമാകുകയാണ് അല്ലേ? അതെ. ഇപ്പം കഴിഞ്ഞ 3 ദിവസത്തിന് മുമ്പ് ഒരു വാഹനം തകർത്തിരുന്നു. ഇന്നലെ ഒരു സ്ത്രീക്ക് കാര്യമായിട്ട് പരിക്കേറ്റിട്ടുണ്ട്. അപ്പം എത്തരത്തിലായിരിക്കും ഇതിൻ്റെ ഒരു പ്രതിരോധം? നമ്മൾ കുറേ നാളുകളായിട്ട് പടയപ്പയെ നിരീക്ഷിച്ചു വരികയാണ്. അത് മസ്തിലായതുകൊണ്ട് തന്നെ. അപ്പോൾ കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ ഇന്നലെ നമ്മൾ 8:55 അലർട്ട് കൊടുത്തതാണ്. ഈ മേഖലയിൽ റോഡിലേക്ക് ആന വരുന്നുണ്ടെന്ന്. പക്ഷെ അവിടെ നമുക്ക് സംഭവിച്ച ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഇതുവഴി കടന്നു പോകുന്ന വാഹനങ്ങളിലേക്ക് ആ മെസ്സേജ് എത്തുന്നില്ല. അപ്പോൾ ലോക്കൽസ് ആയിരുന്നെങ്കിൽ അവരുടെ ഫോണിൽ ഉറപ്പായിട്ടും ആ മെസ്സേജ് എത്തുമായിരുന്നു. പക്ഷേ ഇവർ തൃശ്ശൂരിൽ നിന്ന് വന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ ഫോണിലേക്ക് ആ മെസ്സേജ് കൃത്യമായിട്ട് എത്തിയില്ല. എത്തിയായിരുന്നെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ അപകടം ഒഴിവാക്കാമായിരുന്നു. അപ്പോൾ ഈ ഇങ്ങനെ പോകുന്ന വാഹനങ്ങളിൽ എങ്ങനെ മെസ്സേജ് അലർട്ട് എത്തിക്കാൻ പറ്റുമെന്നുള്ളതിനെപ്പറ്റി നമ്മൾ നോക്കുന്നുണ്ട്. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ വാഹനങ്ങളിൽ കൃത്യമായിട്ട് ഈ ആനയുടെ അലർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സംവിധാനം 2 ദിവസത്തിനുള്ളിൽ നമ്മൾ ഉണ്ടാവും. ഈ മസ്തിലാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ തന്നെ ഒരു ആക്രമണ സ്വഭാവം കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ നിരീക്ഷണവും മറ്റു കാര്യങ്ങളും ഒക്കെ ശക്തമാണ്. നിരീക്ഷണം കാരണം കൃത്യമായിട്ട് ഇതിൻ്റെ എന്ത് ചെയ്യുന്നു, നമ്മൾ ട്രേസ് ചെയ്യുന്നുണ്ട്. എവിടെയാണ് ആന ഉള്ളതെന്നുള്ള കൃത്യമായ ലൊക്കേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പം ആന നിൽക്കുന്ന ലൊക്കേഷൻ വരെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് പക്ഷേ ഈ നാട്ടുകാർക്കറിയാം, അല്ലെങ്കിൽ തോട്ടത്തൊഴിലാളികൾക്കറിയാം. പുറത്തുനിന്ന് വരുന്നവർക്ക് അത് കൃത്യമായിട്ട് അറിയാൻ കഴിയുന്നില്ല. അതാണ് അപകടം ഉണ്ടാകാനുള്ള കാരണം തോന്നുന്നു. രാത്രിയിൽ ഒരു 9 മണി വരെ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അതിനുശേഷം ഈ അവരുടെയും കൂടെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് രാത്രിയും ആയതുകൊണ്ടും മറ്റ് ആനക്കൂട്ടങ്ങളോടെ നിലയുറപ്പിച്ചുള്ളതുകൊണ്ട് നമുക്ക് രാത്രിയിൽ പൂർണ്ണമായിട്ട് നിരീക്ഷിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഹൈവേയിലേക്ക് വരികയാണെങ്കിൽ കൃത്യമായിട്ടുള്ള വിവരം നമുക്ക് കിട്ടും. എന്തായിരുന്നാലും അത്തരത്തിലാണ് ഒരു ആക്രമണ സ്വഭാവം ഇപ്പോൾ ഈ പടയപ്പയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത് മസ്തിലായതുകൊണ്ടാണ് എന്നുള്ളതാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. റേഞ്ച് ഓഫീസർ എസ് ബിജു അടക്കം നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആനയെ കൃത്യമായി നിരീക്ഷിക്കുകയും ഒപ്പം തന്നെ മെസ്സേജ് അലർട്ട് സംവിധാനം പുറത്തുനിന്ന് എത്തുന്ന ആളുകൾക്കും കൂടി നൽകുന്ന തരത്തിലേക്കുള്ള പ്രതിരോധ നടപടികളാണ് വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ ഇടുക്കി.